നമ്മുടെ പപ്പീസിന് ഒരു ഉഗ്രൻ ബെഡായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ചെയ്തു വന്നപ്പോ ഒരു ഭാണ്ഡക്കെട്ടായി പോയിട്ടുണ്ട്. ഇന്നെനിക്ക് ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. വീട്ടിന്ന് ആരും ഉപയോഗിക്കാത്ത 1, 2 പഴയ പില്ലോസ് കിട്ടിയപ്പോ അതിലെ കോട്ടൺ കളയണ്ട, അത് വേറെന്തെങ്കിലും ആയിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കിങ്കോയ്ക്ക് അത് വെച്ച് ഒരു ചെറിയ ബെഡ് ഉണ്ടാക്കിയാലോ എന്ന് ഒരു ചിന്ത വന്നത്. എന്തെങ്കിലും ചെയ്യാനൊരു ത്വര വന്നു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തീർത്ത് കുളമാക്കി കയ്യിൽ വെച്ചിട്ടേ പിന്നെ സമാധാനമുള്ളൂ. അപ്പൊ പിന്നെ പഴയൊരു സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് എടുത്ത് കട്ട് ചെയ്ത് ചെറിയൊരു കവർ ഉണ്ടാക്കി അതിൽ ഒരു സിബൊക്കെ പിടിപ്പിച്ചു കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സിബ് പിടിപ്പിച്ചെങ്കിലേ ഉള്ളൂ ഈ കോട്ടൺ നമുക്ക് ഇടയ്ക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതിന്റെ പൊക്കത്ത് എന്തെങ്കിലും ഒരു കട്ടിയുള്ള ക്ലോത്ത് എന്തെങ്കിലും വിരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇത് അവൻ യൂസ് ചെയ്യാൻ പോകുന്നു എന്ന്. കാരണം ഇതുവരെ അവൻ അങ്ങനെ ബെഡിലൊന്നും കിടന്ന് ശീലമൊന്നും ഇല്ലാട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ബെഡിന്റെ രൂപവും ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ രൂപം കൊണ്ട് ശരിക്കും എനിക്ക് ചിരി വരുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഭാണ്ഡക്കെട്ടായി പോകുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ശരിയാവുമായിരിക്കും അല്ലേ? അങ്ങനെ 2 പില്ലോയ്ക്കുള്ള പഞ്ഞി മൊത്തം ഇതിൽ ഞാൻ കുത്തി നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അസലൊരു ബെഡായി. ഞാൻ കുറച്ചുകൂടെ നീളത്തിലെ ഒരു സംഗതിയാണ് ഉദ്ദേശിച്ചത്. ഇത് കുറച്ച് ചെറുതായി കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പും ആയി പോയി കേട്ടോ. ഒരു കുഷ്യൻ പോലെ ആയി പോയിട്ടുണ്ട്. ആവേശം കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണ്. സാരമില്ല, നമുക്ക് ക്ലോത്ത് ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാമല്ലോ. എന്തായാലും ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ പ്രോഡക്റ്റ് കിങ്കോയ്ക്ക് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോയി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവനും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിങ്കോയ്ക്ക് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ബെഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് കൂടി ഇല്ല കേട്ടോ. കാരണം നമുക്കിവിടെ കൂടുതൽ സമയം ചൂടാണല്ലോ. അവൻ ഇങ്ങനെ തണുപ്പ് പറ്റി കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കട്ടിയുള്ള മാറ്റ് അല്ലെങ്കിൽ ടവൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്നിട്ട് അതിൽ നിന്ന് പിന്നെ മാറിപ്പോയി കിടക്കുന്ന കാണാം. ഇതിൽ എനിക്ക് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഒരു ബെഡ് വാങ്ങിക്കാനുള്ള വകുപ്പുണ്ട്.